ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമുക്കിത് ഓപ്ഷൻസിൻ്റെ ഒരു ചാനലാണ്. അധികം വീഡിയോസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും ഒരു 8 വർഷത്തിന് മുകളിലായി ട്രേഡിങ്ങിൻ്റെ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാവരും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ചിട്ട് ഇപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് അപ്ഡേഷൻസ് നമുക്ക് നോക്കാം. തിങ്കളാഴ്ചത്തേക്കുള്ളതാണത്, മൺഡേ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് മുടങ്ങാതെ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് വരാം. നമുക്കിത് തിങ്കളാഴ്ചത്തേക്കുള്ള മാർക്കറ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 25,709 മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഫ്രൈഡേ. അപ്പോൾ നമുക്കത് മൺഡേ ലേക്കുള്ളൊരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിഫ്റ്റിയുടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു പിയും ഒരു സിയും ആണ്, അതായത് പുട്ടും പോകും. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇതിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെപ്പോഴും ഓപ്ഷൻസ് സെലക്ട് ചെയ്തതിനകത്ത് ചെയ്യേണ്ടത് ഓപ്ഷൻസിൻ്റെ ഇൻ ദ മണിയിലുള്ള സ്ട്രൈക്ക് പ്രൈസാണ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. ഏകദേശം ഇൻ ദ മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഫ്യൂച്ചറിൻ്റെ അടുത്തെടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് വരും. 200 മുകളിലുള്ളതും 250, 270 റേഞ്ചിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് രണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുട്ട് ഓപ്ഷൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് 278, കോൾ ഓപ്ഷൻ വന്നിട്ടുള്ളത് 251. അപ്പോൾ നമുക്ക് ആദ്യമേ കോൾ ഓപ്ഷനിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഏത് രീതിയിലാണ് നമ്മളിത് ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ലൈൻസ് കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ ലൈൻ കാണുന്നതാണ് സപ്പോർട്ട്, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് റെഡ് ലൈനാണ് റെസിസ്റ്റൻസ്. അടുത്ത പിന്നെ ഗ്രീൻ ലൈൻ വരുന്നതാണ് സപ്പോർട്ട്, പിന്നെ അടുത്ത റെഡ് ലൈൻ വരുന്നതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കിത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഞാനൊരു ഗ്രീൻ ലൈൻ ഒന്നുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു സപ്പോർട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ലൈൻ വരയ്ക്കേണ്ടതെന്നുള്ള കാര്യം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഈ ഒരു സെറ്റിങ്സിൽ പോവുക. ഉണ്ടോ, ഇതിൽ ഈ ലൈൻസ് ഉണ്ടല്ലോ, ഈ ഒരു ലൈൻസിൽ ടിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഹൊറിസോണ്ടൽ ലൈൻ വരും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ഇത് നമുക്കിങ്ങനെ ലൈനായിട്ട് ആഡ് ആയിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിനകത്ത് സെലക്ട് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലാദ്യം വരുന്നത് കോൾ ഓപ്ഷൻ്റെ സപ്പോർട്ടാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കോൾ ഓപ്ഷൻ 251. ഇപ്പോൾ 251 കോൾ ഓപ്ഷൻ്റെ സപ്പോർട്ട് വരുന്നത് ഏകദേശം ഗ്രീൻ ലൈൻ, അതായത് കണ്ടോ ഈ 239 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ ലൈനാണ് സപ്പോർട്ട്. അത് കഴിഞ്ഞ് അടുത്തത് 196 റെസിസ്റ്റൻസ്, അടുത്ത സപ്പോർട്ട് 164, അടുത്ത റെസിസ്റ്റൻസ് 139, പിന്നെ 115. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് ഗ്രീൻ ലൈൻ സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ എൻട്രി എടുക്കാം. ഇപ്പോൾ മാർക്കറ്റ് 200 എത്രയാണ് ക്ലോസ് ചെയ്തിട്ടുള്ള 251. അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിത് സപ്പോർട്ട് എടുത്തു. ഇപ്പോൾ 239 സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം. അതല്ല, ഇത് ഓപ്പൺ ചെയ്തത് ഈ ഒരു ഗ്രീൻ ലൈനിന് മുകളിലാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 164 മുകളിലാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 190, 200 മുകളിലേക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ഒരു 164 വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ ഒരു 164 എന്നുള്ള സപ്പോർട്ടാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അവിടെ നിന്ന് ഒരു എൻട്രി എടുത്ത് അതിൻ്റെ ടാർഗറ്റ് വെക്കേണ്ടത് 196, അതാണ് റെസിസ്റ്റൻസ്. ഓക്കെ, അതേപോലെ ഇപ്പോൾ 164 താഴെയാണ് ഈ ഒരു പ്രീമിയം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ
പിന്നെ നമുക്ക് എൻട്രി വരുന്നത് 115-ലാണ്. കണ്ടോ, 115 ഗ്രീൻ ലൈൻ. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. 115 എൻട്രി എടുത്തതിന് ശേഷം അതിന് ടാർഗറ്റ് വെക്കേണ്ടത് 139-ആണ്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഗ്രീൻ ലൈൻ വരച്ചിട്ടുണ്ട്, റെഡ് ലൈനും. അപ്പോൾ ഗ്രീൻ ലൈൻ സപ്പോർട്ടും റെഡ് ലൈൻ റെസിസ്റ്റൻസുമാണ്. അപ്പോൾ ഈ നമ്മൾ ഓരോ ഗ്രീൻ ലൈൻ വരച്ചിട്ടുള്ളതിൻ്റെ മുകളിൽ ഈ ഒരു പ്രീമിയം ഓപ്പൺ ചെയ്യണം. അതായത് ഇപ്പോൾ 164 മുകളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 164-നും 196-നും ഇടയ്ക്കിലാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അല്ലെങ്കിൽ 200-നോ 220-നൊക്കെ മുകളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 164-ലേക്ക് വന്നാൽ എൻട്രി എടുക്കാം. അതേപോലെ ഇപ്പോൾ 230-ന് എൻട്രി എടുക്കേണ്ടത് 240-ന് മുകളിൽ 239-ന് മുകളിൽ ഓപ്പൺ ചെയ്യണം. 300-നൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും 240 കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 240-ൽ എൻട്രി വരികയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. അതിൻ്റെ ഒരു 275 വരെ നമുക്ക് അതിനകത്ത് ടാർഗറ്റ് വെക്കാം. അതേപോലെ നമുക്കിത് ഈ പുട്ട് ഓപ്ഷൻ്റെ നോക്കാം. ഓക്കെ, പുട്ട് ഓപ്ഷനിൽ ഇപ്പോൾ മാർക്കറ്റ് ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് 278-ആണ്. അപ്പോൾ ഈ 278 എന്നുള്ള പ്രീമിയം ഇപ്പോൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്രീൻ ലൈൻ കണ്ടോ, ഇതിൻ്റെ സപ്പോർട്ട്, അതേപോലെ അടുത്ത റെസിസ്റ്റൻസ് റെഡ് ലൈൻ. അപ്പോൾ 208-ന് മുകളിലാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 208-ഓ 240-ന് ഇടയ്ക്കിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇത് 208-ലേക്കാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കറക്റ്റ് ഈ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ അത് എൻട്രി എടുക്കാം. ഓക്കെ, അത് എൻട്രി എടുത്തതിന് ശേഷം ടാർഗറ്റ് വെക്കേണ്ടത് 248-ആണ്. അതേപോലെ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഗ്രീൻ ലൈൻ കണ്ടോ, അടുത്ത നെക്സ്റ്റ് സപ്പോർട്ട് 299-ആണ്. അപ്പോൾ ഈ 299-ന് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അതായത് ഇപ്പോൾ 230, 300, 310, 350-നൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് താഴത്തേക്ക് വന്നു 299-ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അവിടെ എൻട്രി എടുക്കാം. എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് ടാർഗറ്റ് വയ്ക്കേണ്ടത് 358-ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജീസ്. അത്യാവശ്യം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് കറക്റ്റായിട്ട് നമുക്കിതിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഇത്രയും വലിയ പ്രീമിയം എടുക്കാനുള്ള ഒരു കാര്യം, എടുക്കാനുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്യാപിറ്റൽ 5000 ഇട്ട് ചെയ്യുന്നവരുണ്ടാവും, 10,000, 3000 ഇട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മളെ എല്ലാ ദിവസവും ആഡ് ചെയ്യേണ്ടത് ഈ ഒരു ഇന്റർമണിയിലുള്ള 2 പ്രീമിയമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ശരിക്കും ചെറിയ പ്രീമിയം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇന്റർമണിയിലുള്ള 2 പ്രീമിയം ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വരച്ചതിന് ശേഷം ഇതേപോലെ ഈ ലൈൻസിൽ സപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ കണ്ടോ, ഇതിപ്പോൾ ഇതേപോലെ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ സമയത്ത് ഈ ഒരു പ്രീമിയം എടുക്കാനുള്ള ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ വാച്ച് ലിസ്റ്റിൽ വേറൊരു 50-ൻ്റെയോ 60-ൻ്റെയോ ഇതും കൂടെ ക്യാപിറ്റൽ അനുസരിച്ച് അത് ആഡ് ചെയ്തിടാം. ആഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഈ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആ സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ചെറിയ പ്രീമിയം ബൈ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കിതിൻ്റെ റെസിസ്റ്റൻസും നമുക്ക് മാർക്ക് ചെയ്യാം. വാച്ച് ചെയ്തിട്ട് ഇത് കറക്റ്റ് ടാർഗറ്റിലേക്ക് വരുന്ന സമയത്തും അത് ആ ഒരു പ്രീമിയം നമുക്ക് എക്സിറ്റ് അടിക്കാം. അപ്പോൾ അതേപോലെ ഫണ്ട് ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമുക്കിതേപോലെ 50-ൻ്റെ 60-ൻ്റെ 100-ൻ്റെ ഒക്കെ പ്രീമിയം നമുക്കെടുത്ത് ഇതേപോലെ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തിങ്കളാഴ്ചത്തേക്കുള്ളൊരു ട്രേഡിങ്ങിൻ്റെ ഒരു അപ്ഡേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുക. ഹൊറിസോണ്ടൽ ലൈൻ വരക്കേണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ഹൊറിസോണ്ടൽ ലൈൻ ഇതേപോലെ നിങ്ങൾ വരക്കുക. ഗ്രീൻ കളർ സപ്പോർട്ടും റെഡ് കളർ റെസിസ്റ്റൻസുമാണ്. അപ്പോൾ ഗ്രീൻ ലൈനിലേക്ക് വന്ന് അത് ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു എൻട്രി എടുക്കുക. റെഡ് ലൈൻ റെസിസ്റ്റൻസാണ്. അപ്പോൾ അതുവരെ നിങ്ങൾ ടാർഗറ്റ് വെക്കാം. ഓക്കെ, ഒരു 80-85% സക്സസ് റേഷ്യോ ആണ്. നമുക്കൊരു ക്രൂഡ് ഓയിലും ഇതിൻ്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ നമുക്ക് പറയുന്നതാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് ഇതിനകത്ത് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളത് നോക്കി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. എന്തായാലും ഇതിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
നമ്മൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ നമ്മളത് റീപ്ലൈ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.